കൊൽക്കത്ത അയ്യപ്പ മന്ദിറിലേക്കുള്ള യാത്രയാണ്. അമ്മേ സാധു ഇടിഞ്ഞു പോയി. ഓട്ടോ 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 ഇപ്പുറത്ത് എന്റെ അമ്മേ. അപ്പൊ നമ്മള് അയ്യപ്പന്റെ അമ്പലം നോക്കി കിടക്കുകയാണ്. സാറേ ഇതാണോ കൂടെ കയറി വന്ന്? നമ്മൾ അയ്യപ്പന്റെ അമ്പലം നോക്കി നടക്കുകയാണ്. ഇതാണ് അയ്യപ്പന്റെ അമ്പലം. ഇങ്ങോട്ട് അതൊക്കെ വേറെ ഏതൊരു അമ്പലമാണ്. നമ്മൾ നടന്ന് തൊട്ടിപ്പുറത്ത് നല്ല നദിയൊക്കെ ഉണ്ട്. അയ്യപ്പന്റെ അമ്പലം സാറേ മാപ്പ് പറഞ്ഞു നിങ്ങൾ. അയ്യപ്പന്റെ അമ്പലത്തേക്കുള്ള യാത്ര കേട്ടോ. ഇതാ ഇപ്പോഴത്തെ ഗംഗാ നദി അനുസ്മരിപ്പിക്കുന്ന ഒരു അടിപൊളി. ഈശ്വര നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലേ. മണിയടി പുറകിലാണ് കേൾക്കുന്നത്. സ്വാമി ശരണമയ്യപ്പ. ഞാൻ ഈ വീഡിയോ ഓഫ് ചെയ്യട്ടെ. നമ്മൾ തിരിച്ച് നടക്കുകയാണ്. നമ്മുടെ വഴി തെറ്റി. ഏതോ ഒരു കോളനിയാണ്. അപ്പോൾ തിരിച്ചപ്പോൾ നമ്മളെ രാകേഷ് ചേട്ടന് മാലയിടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ രാകേഷ് ചേട്ടൻ. കറക്റ്റായിട്ട് പറയാ വീഡിയോ ക്യാമറയിൽ വരാൻ ചെറിയൊരു നാണമുള്ള മനുഷ്യനാണ്. നമ്മൾ വന്ന വഴി തിരിച്ച് വീണ്ടും അങ്ങോട്ട് നടക്കണം കേട്ടോ. ഇത് കണ്ട വെള്ളത്തിന് കളറുണ്ട്. കറുത്ത വെള്ളം. കൊതുകടി വരും, മലേറിയ, എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ സ്ഥലത്ത് ഫ്രീ ആണ്. നമ്മൾ തിരിച്ചു പോകണം. കഷ്ടപ്പെട്ടിട്ടുള്ള വഴിയാണ്. അത് തള്ളുന്നു. അപ്പം നമ്മൾ ഇതിൽ കൂടെയാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് നോക്കാം. വീടൊക്കെയാണ് തോന്നുന്നു കേട്ടോ. ഓക്കെ ഇവിടെ അല്ല അങ്ങനെ പോലെ. ഇവിടെ അയ്യപ്പെട്ടപ്പോൾ എവിടെയാണ്? ആ എവിടെയാണ്? നടന്ന് വിളക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ചോദിച്ചു നോക്കാറുണ്ടെങ്കിലും ഇവിടെ കോളമി അടിച്ച് ചോദിച്ചു നോക്ക്. അതിനെന്തോ ചോദിച്ചു നോക്കാലോ. അടിച്ചു നോക്ക്. അടി എടുക്കുമ്പോ പെട്ടെന്നൊക്കെ നോക്കി ഒന്നാ കൊടുക്കും. അപ്പൊ നമ്മൾ നടന്ന് പിന്നെ അങ്ങനെ എൻ്റെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അപ്പടിയാ. ഇതാ അമ്പലം. ഇതാണ് അമ്പലം. ഇതാ കുളം. അയ്യപ്പ മന്ദിർ. നമ്മൾ അയ്യപ്പ ടെമ്പിൾ നോക്കി നടന്നിട്ട് തിരിഞ്ഞു പോയി. അപ്പം ഞാനും രാകേഷ് ചേട്ടനും കൂടിയിട്ട് വീണ്ടും നടക്കുകയാണ്. നമ്മൾ എവിടെയെന്ന് മനസ്സിലാവുന്നില്ല. ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി, പക്ഷെ കിട്ടുന്നില്ല. നോക്കാട്ടോ ഒന്നും കൂടി. ഞങ്ങളിതാ അയ്യപ്പസ്വാമി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മുടെ രാകേഷ് ചേട്ടൻ എന്തായിരിക്കുന്നുണ്ടോ. ഞങ്ങൾ കാത്തു നിൽക്കണം. അമ്പലം അടച്ചിട്ടിരിക്കുകയാണ്. ബാക്കിലാണ് അമ്പലം. ഈ കാണുന്നുണ്ടോ അമ്പലം. സത്യസന്ധമായി പറഞ്ഞാൽ ശബരിമല പോകുന്നേക്കാളും കഷ്ടപ്പാടായിരുന്നു വരുന്ന വഴി. ഒരു 2-3 റൗണ്ട് ഞങ്ങൾ മൊത്തം ചുറ്റി. ഇവിടെ ലൈറ്റ് ഇല്ലാത്ത കാരണം ഫ്ലാഷ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ ബംഗാളിൽ മൊത്തം മലയാളികളുടെ 3 അമ്പലങ്ങളാണുള്ളത്. ഒന്ന് ശാസ്താ സമിതി അയ്യപ്പ ക്ഷേത്രം, പിന്നൊന്ന് നമ്മുടെ ഇവിടുത്തെ ശാസ്താ സമൂഹം, അതായത് തമിഴന്മാരും മലയാളികളെല്ലാവരും കൂടെ ചേർന്നുള്ള അമ്പലം, പിന്നൊന്നുള്ളത് ഗുരുവായൂരമ്പലം.
ഈ രണ്ടമ്പലം നമ്മൾ ഗൂഗിൾ മാപ്പ് തപ്പി പോയി കണ്ടുപിടിച്ച് ഇനി അവസാനത്തെ വഴി ഇതാണ്. ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ്. ഒരു 6:45 7 മണിക്ക് തുറക്കുന്നതാണ് പറഞ്ഞത്. ഇവിടെ ലൈറ്റിൻ്റെ ഭയങ്കര ഒരു കുഴപ്പം ഇവിടെ കാണുന്നുണ്ട്. കുഴപ്പമില്ല, അയ്യപ്പൻ ഇവിടെ തന്നെയാണ്, 2 നില അമ്പലമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ഇന്ന് രാകേഷേട്ടനെ മാല ഇടിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. സ്വാമി ശരണം. ഓ സ്വാമി ശരണം. ഇത് മേടിച്ചിട്ട് പോലെ ഞങ്ങൾ വീണ്ടും തിരിച്ച് നടക്കുകയാണ്. ഒരു ലിംക മേടിച്ചിട്ടുണ്ട്. ലിംക കുറച്ച് നേരം നമ്മൾ അവിടെ നിൽക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്കൊന്ന് എടുക്കാം. കുറച്ച് ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവിടെ ചെയ്യുന്ന വെച്ചിട്ട്. കാരണം നമ്മുടെ ലാംഗ്വേജും വേറെ അല്ലേ. അപ്പോൾ അത് രാകേഷേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്നാ വെയിറ്റ് ചെയ്യാം, വേറെ വഴിയില്ല. ഇപ്പോഴാണ് നമ്മുടെ അയ്യപ്പസ്വാമി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലത്തെ ഗേറ്റ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ പോയതിന് ശേഷമാണ് കാണിക്കുന്നത്. അവർ ചേച്ചി തൊട്ട് മുന്നിൽ പൂവൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ലേറ്റ് ഇല്ല, ആ ഒരു ഇതാണ്. കാരണം ഒരു പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാവില്ല, തൊട്ടിപ്പുറത്തെ റോഡ് ഇപ്പുറത്തേക്കും റോഡ്. പെട്ടെന്ന് ഒരാൾക്ക് ഇത് കൂടെ പാസ് ചെയ്താലും ഇങ്ങനെ ഒരു അയ്യപ്പ ടെമ്പിൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ഉള്ളോട്ട് തന്നെ പോവാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാമല്ലോ ഒരു ലിംക്കൊക്കെ കുടിച്ചിട്ട്. ഈ ചേട്ടനാണ് നമ്മുടെ പൂജ അമ്പലത്തിൻ്റെ ചായയൊക്കെ മൂപ്പരുടെ ഉള്ളത്. അപ്പോൾ ഞങ്ങളിന്ന് നടക്കാൻ തുടങ്ങി. നടക്കുന്നൊരു ചെറിയൊരു ഭയമാണ്. ഒരു ഓട്ടയൊക്കെ ഉണ്ട് ഇവിടെ, ഇവിടെ ഒരു ഓട്ട. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി പതുക്കെ. ഇതാ നമ്മുടെ അമ്പലം തുറന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അമ്പലത്തിൻ്റെ ചെറിയൊരു പണിയൊക്കെ നടക്കുക. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നല്ലൊരു ക്ലീൻ അല്ല. അപ്പോൾ ഞങ്ങൾ 7 മണിക്കാണ് നമ്മുടെ ഇവിടുത്തെ പൂജാരി വരുന്നത്. അപ്പോൾ അതുവരെ ഞങ്ങൾ 7 7:15. അപ്പോൾ അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ മലയാളികളൊക്കെ കേട്ടോ, 2-3 പേരൊക്കെ ഇപ്പോൾ കണ്ടു പരിചയപ്പെട്ടു. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 15 ദിവസം കൂടി എടുക്കും, പിന്നെ റെഡിയാവും. അപ്പോൾ നമ്മളതിനുവേണ്ടി കാത്തിക്കാണ്. ആ പഴയ ഒരു ഇതിൽ കാണാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും 10-15 ദിവസം കഴിഞ്ഞ് ഒരു വീഡിയോ വീണ്ടും ഇടുന്നതാണ്. എന്നാലും നമ്മൾ രാകേഷേട്ടൻ്റെ മാലയിടലൊന്ന് ആ ഒരു വീഡിയോയും കൂടി എടുത്തിട്ട് പിന്നെ നമുക്കിത് അവസാനിപ്പിക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് എൻട്രി ഒന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ജസ്റ്റ് കാണിച്ചു തരാം. അമ്പലം നമ്മുടെ കറക്റ്റായിട്ട് നല്ല ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അമ്പലം. ഈ കാണുന്നതാണ് അമ്പലം കേട്ടോ. ഇപ്പോൾ ചെറിയ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഫ്രണ്ടിലായിട്ട് തത്വമസി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പൂജാരിനെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ മാലയൊക്കെ ഇട്ടു. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് നമ്മുടെ ഇറങ്ങിയ സ്ഥലത്തേക്ക് പോകാമല്ലോ. അപ്പോൾ നമ്മുടെ കുറച്ചൊരു അതിഗംഭീരമായ യാത്രയോടെയാണ് ഞങ്ങൾ അയ്യപ്പസ്വാമി ടെമ്പിൾ കണ്ടുപിടിച്ചതും പിന്നെ നമ്മുടെ ഫ്രണ്ടിന് മലയ്ക്ക് മാല ഇടിപ്പിച്ചതും. അപ്പോൾ എന്തായാലും അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം വേറെ നല്ല വീഡിയോയുമായി. ബൈ ബൈ.